ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്തവർ ഈ നാളുകളിൽ വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെ ദിനങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ക്രൈസ്തവനെ സംബന്ധിച്ച് വലിയ നോമ്പ് ആത്മതമനത്തിൻ്റെയും ആത്മപരിശോധനയുടെയും ജീവിത രൂപാന്തരത്തിൻ്റെയും പുണ്യദിനങ്ങളാണ്. നാം ഈ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ, വചനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ, യഥാർത്ഥമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉളവാക്കുവാനും അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിജീവിതങ്ങളായി നിലനിൽപ്പാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാക്കട്ടെ എന്ന് ആദ്യമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്. നമുക്കിന്ന് വചനധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 34 വരെയുള്ള ദൈവവചനങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൽ എല്ലായ്പ്പോഴും നിഴൽ ചെയ്യുന്നത് ദൈവരാജ്യം എന്ന ചിന്തയെക്കുറിച്ചായിരുന്നു. ഇവിടെ യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അനേക ഉപമകൾ പറയുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൽ പ്രസക്തമായ 3 ഉപമകളാണ് ഇന്നത്തെ വിഷയത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉപമകളെക്കുറിച്ച് നാം പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൽ എല്ലായ്പ്പോഴും ഉപമകൾ നിലനിന്നിരുന്നു. അതിൻ്റെ പ്രസക്തി വളരെ ഏറെയായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു. ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു: ഉപമ എന്ന് പറയുന്നത് അത് വിണ്ണിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന മണ്ണിൻ്റെ കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ എല്ലായ്പ്പോഴും സ്വർഗീയ സന്ദേശങ്ങളാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൽ ഈ നാളുകളിൽ വലിയ നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ നോമ്പിൻ്റെ അനുഭവങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ വലിയ സന്ദേശം ഉൾക്കൊള്ളുവാനായിട്ട്, സ്വർഗത്തിൻ്റെ വലിയ സന്ദേശം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധ്യമായി തീരണം. ആ സന്ദേശം നമ്മെ രൂപാന്തരത്തിന് മുഖാന്തരമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ അനുഭവങ്ങൾ, അതിൻ്റെ മർമ്മങ്ങൾ അത് വ്യക്തമായി ഈ ഉപമകളിലൂടെ ഈ ഭാഗത്തെ യേശുക്രിസ്തു പ്രസ്താവിക്കുകയാണ്. 3 പ്രസക്തമായ ഉപമകളാണ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് തണ്ടിന്മേൽ വയ്ക്കുന്ന വിളക്കിൻ്റെ വലിയ അനുഭവം, രണ്ടാമതായിട്ട് മണ്ണിലേക്ക് എറിഞ്ഞ വിത്തിൻ്റെ വലിയ ഉപമ, മൂന്നാമതായി കടുകുമണിയുടെ വലിയ ഉപമ. ഒന്നാമത്തെ ഉപമയിലൂടെ നാം മനസ്സിലാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, തണ്ടിന്മേൽ വയ്ക്കപ്പെട്ട വിളക്ക് എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിശ്വാസത്തിൻ്റെ വലിയ പ്രകാശനത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് നൽകുന്നത്. വിശ്വാസത്തിൻ്റെ പ്രകാശനം എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിത സാക്ഷ്യം എപ്രകാരം ആയിത്തീരണം എന്നുള്ളതാണ് വ്യക്തമായ ചിത്രം ഈ ഉപമയിലൂടെ നൽകുകയാണ്. 2-3 ഉപമകൾ നാം പരിശോധിക്കുമ്പോൾ, മണ്ണിലേക്ക് എറിയപ്പെട്ട വിത്തിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വളർച്ചയെക്കുറിച്ച് വ്യക്തമായ ഒരു പഠിപ്പിക്കൽ, ദൈവരാജ്യത്തിൽ സംഭവമായി തീരേണ്ട, വിശ്വാസത്തിൽ സംഭവമായി തീരേണ്ട വലിയ വളർച്ചയെക്കുറിച്ച് യേശു ക്രിസ്തു പ്രസ്താവിക്കുകയാണ്. 3-ാമത്തെ ഉപമയാകുന്ന കടുമണിയുടെ ഉപമയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ ചെറിയതായ ഒരു കടുകുമണി അതിൻ്റെ വളർച്ച വേഗത്തിൽ തന്നെ സംഭവിക്കുകയും അതിലൂടെ പ്രൗഢമായ ഗംഭീരമായ ഒരു മാറ്റം ലോകത്തിൽ സംജാതമാക്കുന്നത്, അതുമാത്രം എൻ്റെ വളർച്ചയിലൂടെ അനേകർക്ക് പ്രയോജനം നൽകുന്ന, പക്ഷികൾക്ക് കൂടുകൂട്ടുവാനായി സാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളർച്ചയെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ 2 ഉപമകളും, അവസാനത്തെ 2 ഉപമകളും നമ്മോട് പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വളർച്ച സാധ്യമായി തീരണം. ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വളർച്ച സാധ്യമായി തീരുമ്പോൾ ഈ നോമ്പിൻ്റെ ദിനങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായി തീരും. ഈ 3 ഉപമകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ ഉപമ നമ്മോട് പറയുകയാണ്, നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രകാശനം, ജീവിതത്തിൻ്റെ സാക്ഷ്യം അത്യന്താപേക്ഷിതമാണ്. 2-3 ഉപമകൾ നമ്മോട് പറയുകയാണ് വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാകുന്നത് വളർച്ചയാണ്. അതുകൊണ്ട് ഈ വലിയ ദൈവിക മർമ്മങ്ങളിലേക്ക് നാം നോമ്പിൻ്റെ കാലയളവുകളിൽ യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നോമ്പ് എന്തെന്ന് ചോദിച്ചാൽ, വലിയ നോമ്പ് എന്തെന്ന് നമ്മോട് ചോദിച്ചാൽ, ലെന്റ് ഈസ് എ സെപ്പറേറ്റഡ് ടൈം ഫോർ എക്സ്പ്രഷൻ ആൻഡ് എക്സ്പീരിയൻസിങ് ദ വാല്യൂസ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളുടെ വലിയ പ്രകാശനവും അതിനെ അനുഭവിച്ചറിയുന്നതിനുമുള്ള അനുഗ്രഹീതമായ നിമിഷമാണ്, ഓരോ അനുഗ്രഹീതമായ ദിനങ്ങളാണ് ഓരോ വലിയ നോമ്പും എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഈ വർഷം ഈ നോമ്പിൻ്റെ, വലിയ നോമ്പിൻ്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥമായിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശനത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കണം. അതുമാത്രമല്ല നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ ഒരു വളർച്ച സാധ്യമായി തീരണം. അതിനാൽ നോമ്പ് കേവലം ആചാര അനുഷ്ഠാനങ്ങൾ ഒതുങ്ങിത്തീരേണ്ട ഒന്നല്ല, പിന്നെയോ വിശ്വാസ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒന്നായി തീരുവാനായി ഈ വർഷത്തെ വലിയ നോമ്പിൻ്റെ ആചരണത്തിലൂടെ നമുക്ക് സാധ്യമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.